ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഒരു അടിപൊളി കിടക്കാഴ്ച ഒരു ടിപ്പുമായിട്ടാണ് സുപ്പു വന്നിരിക്കുന്നത്. സുപ്പുവിന് കുറച്ച് കാർക്കൂന്തലൊക്കെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഒരുപാട് കാർക്കൂന്തലുണ്ടെന്ന് എനിക്കറിയാം. സുപ്പു ഇവിടെ കാർക്കൂന്തലൊക്കെ കിളർപ്പിക്കുവാണല്ലോ കേട്ടോ. ഈ അടിപൊളിയാണ് ഈ ഒരു സംഭവം. ഒരുപാട് കാർക്കൂന്തലൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ. എനിക്ക് കുറച്ച് കാർക്കൂന്തലേ ഉള്ളെങ്കിലും ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയെ കാണാൻ. അപ്പോൾ ആ സൂത്രം ഏതാണെന്ന് പറഞ്ഞു തരട്ടെ. എന്നും പറയുന്നത് പോലെ കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഇനി മുതൽ കളയൊന്നും ചെയ്യരുത്. കുറച്ച് സ്പ്രേ ചെയ്യണം മുഖത്തൊക്കെ. പിന്നെ കാർക്കൂന്തലിലും ഇട്ട് കൊടുക്കണം. ഇങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. ഒരിക്കലും ഇനി കഞ്ഞിവെള്ളം എടുത്ത് കളഞ്ഞിക്കരുത്. ഒറ്റ ഏറല്ലേ പെൺപിള്ളേർ അരി വാർത്തിട്ട് അങ്ങനെ കളയരുത് കേട്ടോ. മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. നമ്മുടെ മുഖത്ത് അടിപൊളിയാണ് കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു സ്പ്രേ ബോട്ടിലൊക്കെ വാങ്ങിച്ച് ഷൂ എന്നൊക്കെ അടിച്ച് കൊടുത്താൽ മതി എന്നും കേട്ടോ. സ്ഥിരം ചെയ്തോളൂ. അടിപൊളി കിടക്കാച്ച റിസൾട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ സൂപ്പ് പറഞ്ഞു തരട്ടെ. അറിയാലോ, കളിയാക്കിയൊന്നും ചെയ്യില്ല. നിനക്ക് ഇത്രയും കാർക്കൂന്തലിനകത്ത് ഈ പരീക്ഷണങ്ങളൊക്കെ സത്യം എൻ്റെ സമ്മതിക്കാണ്. ഈ കാർക്കൂന്തലിൽ ഞാൻ പരീക്ഷണം നടത്തുന്നത് കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ. എനിക്ക് മുടിയില്ലെങ്കിൽ തന്നെയും മുടിയുള്ള ചേച്ചിമാരൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചേട്ടോ. അവിടെ കളയുന്ന കഞ്ഞിവെള്ളം എടുക്കുക. നമ്മൾ വെള്ളച്ചോറിൻ്റെ കേട്ടോ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ ഇതാണ് എടുത്തേക്കുന്നത്. നമ്മുടെ പാരച്യൂട്ടാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം കേട്ടോ. കച്ചി വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ എല്ലാവരും ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ പായ്ക്കുകളൊക്കെ ഇട്ടിട്ട് ഷാമ്പൂ ഒന്നും ഇടരുത് കേട്ടോ. അതും ഞാൻ അടി വെത്തേക്കും കേട്ടോ. ഞാനിതൊന്ന് പൊട്ടിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഏതേലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന നമ്മുടെ ഷാമ്പൂ എടുത്തോളുക. ഞാൻ കുഞ്ഞു പാക്കറ്റ് ഞാൻ ഇത് ചെയ്യുമ്പോൾ കുഞ്ഞു പാക്കറ്റിൽ എടുക്കും കേട്ടോ. വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ അങ്ങിടും. അല്ലാത്ത സമയത്ത് നമുക്ക് കേട്ടോ നമ്മൾ പറഞ്ഞതെന്ന് മറന്നുപോയി. അല്ലാത്ത സമയത്ത് ഷാമ്പൂ ഇടും. ഇതിന് ഞാൻ ഒരു കവറാണ് കേട്ടോ. ഒരു പാക്കറ്റിലെ ഷാമ്പൂ ആണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, എനിക്ക് പീച്ചി എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം കേട്ടോ. പൊട്ടിച്ചത് ഇപ്പോഴാണ്. നിങ്ങൾ വിചാരിക്കും പെണ്ണും കള്ളത്തരം പറയാം. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഈ ചെറിയ പാക്കറ്റിന് അത് നമ്മൾ കളിപ്പിക്കുന്നതാണോ? പക്ഷേ എനിക്ക് ഇത് മതി കേട്ടോ. എനിക്കിത് മതി. നമുക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഷാമ്പു ഇട്ടു കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈ വെച്ചോ സ്പൂണ് വെച്ചോ ഇത് നന്നായിട്ട് പതപ്പിക്കണം കേട്ടോ. നന്നായിട്ട് പതപ്പിച്ചിട്ട് ഷാമ്പു ഇനി നിങ്ങൾക്ക് സംശയം വരും ഏത് ഷാമ്പു ആണെന്ന്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഷാമ്പു ഏത് വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ഞാനിത് ചെയ്യുമ്പോൾ ഈ ഒരു പാക്കറ്റ് ഫുള്ളങ്ങ് പൊട്ടിച്ചിടും. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്യണം. ഒരുപാട് മുടിയൊക്കെ ഉള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തിട്ട് നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോഴേ മുടിയൊക്കെ അഴിച്ചിട്ടുകൊണ്ട് പോകണം. എന്ത് രസമാണെന്നറിയാം. നല്ല ഭംഗി മുടി കിടക്കുകയും ചെയ്യും. കഴിയണം കേട്ടോ. ഇത് തേച്ചിട്ട് നമ്മൾ കഴിയണം. അതിന് മുന്നേ ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് കൈ പോയിക്കാൻ ഷോൾഡർ വേദന എടുക്കണം. എല്ലാം പോയി കിടക്കുക. പിള്ളേരെ നട്ടും ബോൾട്ടും എല്ലാം ഫുൾ പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയ പാക്കറ്റില്ല മതി കേട്ടോ ഷാമ്പു. അപ്പോഴേ ഇത് നമ്മൾ മുടിയിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. എൻ്റെ ഇച്ചിരി അല്ലേ ഉള്ളൂ സത്യം. എൻ്റെ മുടി കുറച്ചുള്ളത്. എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്തിട്ടില്ലാത്ത നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.
നല്ലതാണ്. ഇതൊക്കെ ബാത്റൂമിലൊക്കെ വെച്ച് മുടിയൊക്കെ ഷാമ്പു ഇടേണ്ടതാണ്. സരയിൽ നിങ്ങളെ കാണിക്കാനല്ലേ നമ്മളിവിടെ വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കും ഇത്. പരീക്ഷിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇത്? പരീക്ഷിച്ചിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും ചെന്ന് പരീക്ഷിച്ചോളൂ കേട്ടോ. എന്താ നീരിറക്കമൊന്നും വരത്തില്ല കേട്ടോ. നമ്മുടെ കഞ്ഞിവെള്ളമല്ലേ, നമ്മുടെ തിളപ്പിച്ച വെള്ളമല്ലേ, ഒരു കുഴപ്പമില്ല. ചിലർ വിചാരിക്കും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തേച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പം എന്താ പനിയും ജലദോഷവും അതൊക്കെ ഉണ്ടാകുമെന്ന്. ഒന്നുമില്ല, ഒരിക്കലും ഇല്ല കേട്ടോ. കഞ്ഞിവെള്ളം ഇതും കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് മുടി നല്ല ഞാൻ കേട്ടോ ഇവിടെ അവൾക്ക് ഇച്ചിരി മുടിയുണ്ടല്ലോ, അവൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല മുടിയായിട്ട് കിടക്കും അന്നേരം. പാവം ഈ സുപ്പുവിന് മുടിയില്ലാത്തത് കൊണ്ടല്ലേ, എന്നാലും ഇത്രയൊക്കെ ഇല്ലേ, ഞാൻ ഇത്രയൊക്കെ വളർത്തുന്നില്ലേ, ഇത്രയൊക്കെ മതി കേട്ടോ. ഒത്തിരി മുടിയൊക്കെ ഉള്ളവർക്ക് ഇതേമാതിരി ഉള്ളതാണെങ്കിൽ ഒരു 2 പാക്കറ്റൊക്കെ വേണം കേട്ടോ. ഉള്ള മുടിയിൽ തേക്കണമെങ്കിൽ ഒരു 2 പാക്കറ്റൊക്കെ വേണം കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം എന്തെല്ലാം ഉപയോഗമുണ്ട് കഞ്ഞിവെള്ളത്തിന്. നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളത്തിന് ഇതേ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തല കുമ്പിട്ട് നിന്ന് ഇത് ഒഴിച്ചിട്ട് കഴിയാൽ മതി കേട്ടോ. തല കുമ്പിട്ട് നമ്മൾ നിന്ന് മുടിയിൽ തേച്ചിട്ട് നമ്മളങ്ങ് കഴുകിയെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഷാമ്പൂ ഒക്കെ ഇട്ട് നമ്മുടെ മുടി സുന്ദര മുടിയാക്കിയെടുക്കാം. മുടിയൊക്കെ പൊഴിഞ്ഞ് വരുന്നു കേട്ടോ. എൻ്റെ കാക്കൂന്തലൊന്നും വേണ്ട. കോഴി വെള്ളത്തിൽ ചാടുമ്പോഴുള്ള സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? കോഴി വെള്ളത്തിൽ ചാടിയിട്ട് എഴുന്നേറ്റ് വരത്തില്ല, അതുമാതിരിയാണ് എൻ്റെ മുടി കേട്ടോ. സാരമില്ല, ഇത്രയൊക്കെ നമ്മൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഒരു വ്യത്യാസമുണ്ട് എൻ്റെ മുടി കേട്ടോ. അപ്പോഴിങ്ങനെ തേച്ചിട്ട് ഞാനങ്ങ് ഇനി മുടി അങ്ങ് കഴുകും. രാവിലെ ഒന്ന് കുളിച്ചതാണ്, ഇനി രണ്ടാമത്തെ കുളിക്ക് സമയമായി. അപ്പോഴിങ്ങനെ തേച്ചിട്ട് കേട്ടോ, ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചങ്ങ് കഴിയാൽ മതി കേട്ടോ. ചെയ്യണേ, എല്ലാവരും ചെയ്ത് നോക്കണേ. കഞ്ഞിവെള്ളം അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയായിട്ട് കിടക്കട്ടെ എല്ലാവരുടെയും. കുതിരവാലി കിടക്കുന്നുണ്ടോ? അടിപൊളിയായിട്ട് കിടക്കട്ടെ എല്ലാവരുടെയും മുടി, ചേച്ചിമാരുടെയൊക്കെ കേട്ടോ. ചേച്ചിമാരുടെയൊക്കെ മുടി കണ്ട് ഞാനും കൊതി വിടുന്നുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇവിടെ കേട്ടോ. ഒന്നി വാങ്ങിച്ച് വെക്കും. മുടിയൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഒന്നി ഞാനത് ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ മുട്ടയായിരിക്കും. ഏതെങ്കിലും രണ്ടിലൊന്നും ഇവിടെ നടക്കും കേട്ടോ. അപ്പോഴേ ചെയ്ത് നോക്കും എല്ലാവരും. ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലേ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി കിടക്കാച്ച ഒരു ടിപ്പാണ് സൂപ്പ് പറഞ്ഞു തന്നിരിക്കുന്നത്. ആരുടെ മോന് വേണോ? അപ്പോഴേ ഇങ്ങനെ അങ്ങ് നമ്മൾ ഇനി അങ്ങ് കഴിയാൽ മതി കേട്ടോ. ഇങ്ങനെ അങ്ങ് കഴിയാൽ മതി. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിന്ന് ഞാൻ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒഴിച്ച് കാണിച്ചത്. ഫുള്ള് നമ്മൾ കുതിർന്നു. ഇനിയിപ്പം കുളിച്ച് കയറിയേക്കത്തുള്ള എന്തായാലും നമ്മൾ നനഞ്ഞു. കണ്ണിലെല്ലാം കഞ്ഞിവെള്ളം. പക്ഷേ ഷാമ്പൂവിനൊരു കുഴപ്പമുണ്ട്, കണ്ണെരിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണേ. നല്ല മുടി, നല്ല ഭംഗിയിൽ നമ്മുടെ മുടിയൊക്കെ കിടക്കും കേട്ടോ. ഫങ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും നമ്മുടെ മുടി നോക്കും കേട്ടോ. മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല ഭംഗി മുടി കിടക്കുമ്പോൾ ഏത് കുശുമ്പത്തി പെണ്ണുങ്ങളും നോക്കും അല്ലേ? ഇവിടെ സുപ്പൂൻ്റെയൊന്നും മുടിയൊന്നും നോക്കാനും കാണാനും ആരുമില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് കാർക്കൂന്തൽ കിടക്കുകയാണല്ലോ. കഞ്ഞിവെള്ളം വന്ന് വീഴുന്നത് കൊണ്ട് കേട്ടോ. അപ്പോഴേ ഞാനും ഇനിയും പോയി കുളിച്ച് മുടി ഉണക്കണം കേട്ടോ. നന്നായിട്ട് മുടി ഉണക്കണം. നമ്മൾ ഇതിട്ട് കഴിഞ്ഞ് നന്നായിട്ട് മുടി ഉണക്കണം.
വെയിലത്തോ അല്ലെങ്കിൽ ഫാനിൻ്റെ കീഴത്തോ കാണാൻ ചെന്നിരുന്ന് നമ്മൾ നന്നായിട്ട് എപ്പം മുടി നമ്മൾ കഴുകിയെടുത്താൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പായ്ക്കലിട്ടിട്ടാണെങ്കിലും കഴിയുമ്പോൾ നമ്മൾ എന്താ മുടി നന്നായിട്ട് കഴുകി ഉണക്കി സൂക്ഷിക്കണം. പച്ച വെള്ളത്തിൽ തന്നെ കഴുകി സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഈ ഒരു ടിപ്പ്. അടിപൊളി മുടി സിൽക്ക് നല്ല ഇതായിട്ട് കിടക്കും കേട്ടോ, മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ. അപ്പോൾ ഞാനും പോയി കുളിക്കട്ടെ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുമല്ലോ, ചെയ്ത് നോക്കിയിട്ട് വിളിച്ച് പറയുമല്ലോ, സുപ്പിനെ അറിയിക്കണം. എന്തായാലും ആ സുപ്പിനെ ഞങ്ങൾ ചെയ്തു, നല്ല ഭംഗിയിൽ കിടക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ മുടി നല്ല ഭംഗിയിലാണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എൻ്റെ മുടി വലിയ ഇതായിട്ട് കിടന്നില്ലേലും നിങ്ങളുടെയെങ്കിലും കിടക്കട്ടെ കേട്ടോ. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. കിടു റിസൾട്ടാണ്. നിങ്ങൾ വേഗം പോയി ഇന്ന് തന്നെ പരീക്ഷിച്ചോളൂ. കഞ്ഞിവെള്ളം എൻ്റെ എന്തായാലും വീഡിയോ കാണുമ്പോൾ തന്നെ കഞ്ഞിവെള്ളം വീട്ടിൽ കാണും. അങ്ങനെയുള്ളവർ ഓടിപ്പോയി കഞ്ഞിവെള്ളം എടുത്തോളൂ. ഷാമ്പൂ ഇല്ലെങ്കിൽ അപ്പുറത്തെ ചേച്ചികൾ ഇനി ചോദിച്ചാൽ അതിച്ച് കടമൊക്കെ തരും, നമ്മുടെ ചേച്ചിമാരല്ലേ. പിന്നെ വെളിച്ചെണ്ണ എന്തായാലും നമ്മുടെ വീടുകളിൽ കാണും. നിങ്ങൾ ചെയ്ത് നോക്കണേ, ഉപേക്ഷ വിചാരിക്കരുത്. എനിക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് ഞാൻ കൂട്ടുവെട്ടും ഞാൻ കേട്ടോ, സത്യമായിട്ടും. എന്നിട്ട് നാളെ പറയണം ചെയ്തെന്ന് കേട്ടോ. അപ്പോൾ ഞാനും ഇനി മുടിയൊക്കെ പോയി ഒന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കി കേട്ടോ ഒന്ന് നിൽക്കട്ടെ, മുടിയൊക്കെ ഒന്ന് പറത്തി അടിച്ച് നിൽക്കട്ടെ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതിൻ്റെ റിസൾട്ടൊക്കെ പറയുന്നത് ചെയ്ത് നോക്കി കേട്ടോ. ഗംഭീര റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നാളെ കാണാം കേട്ടോ.